സത്യം പറഞ്ഞ നെഗറ്റിവിറ്റി മാത്രമുള്ള ഒരു എപ്പിസോഡ്. സത്യം ഒരു നല്ല കാര്യം പോലും ആ എപ്പിസോഡ് ഇന്ന് കണ്ടിട്ടേ ഇല്ല. ഫുൾ ഓഫ് നെഗറ്റിവിറ്റി. ഇത് ലൈവ് കണ്ടവർ സത്യം പറഞ്ഞ ഫോൺ വല്ല എടുത്ത് എറിഞ്ഞു കാണും. കാരണം അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട ഒരു ഡേ ആയിരുന്നു ഇന്ന്. എ ബാഡ് ഡേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഫുള്ള് എപ്പോഴും അടിയോടടി. സത്യം പറഞ്ഞാൽ അവരൊക്കെ ആ വീട്ടിൽ എങ്ങനെ നിൽക്കുന്നു എല്ലാവരും. അതുപോലെ ബിഗ് ബോസ് ക്രൂ എങ്ങനെ ആ വീട്ടിൽ വർക്ക് ചെയ്യുന്നു മനസ്സിലാവുന്നില്ല. കാരണം അത്രയ്ക്ക് എന്താ പറയാ, സത്യം പറഞ്ഞാൽ വെറുത്തു പോവും ഉള്ള കാര്യം തുറന്നു പറയണേ. അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു ഡേ ആയിരുന്നു ഇന്ന്. ഭ്രാന്തെടുത്ത് ഇറങ്ങിയോട് എങ്ങനെ അവരെ സമ്മതിക്കണം കേട്ടോ. വീട്ടിൽ നിൽക്കുന്നവരെ അവരെ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷെ വീട്ടിൽ നിൽക്കുന്നവരെ സമ്മതിക്കണം. എങ്ങനെ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്? കാരണം എപ്പിസോഡ് കണ്ട നമുക്ക് പോലും ഭ്രാന്തായി പോയി. എന്തോന്നാണ് അതിനടി ഇതിനടി, അവിടെ പിടി ഇവിടെ പിടി, അവിടെ കടിക്കല്, ഇത് ആഹാരം വലിച്ച് ആഹാരത്തിന്റെ പേര് തമ്മിൽ തല്ലല്. എന്തൊരു എപ്പിസോഡാണോ എന്തോ. സത്യം എന്തൊരു ആൾക്കാരാണ്, ഒരു വൃത്തിയുടെ കണ്ടസ്റ്റൻസ് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ മോശം കണ്ടസ്റ്റൻസ് എല്ലാവരും, എല്ലാ കണ്ടസ്റ്റൻസും വളരെ മോശം. അപ്പം ഇന്ന് മെയിൻ കണ്ടന്റ് ഇത് തന്നെയാണ്. വളരെ മോശമായിരുന്നു സത്യം പറഞ്ഞ. ആൻഡ് വീക്ക്ലി ടാസ്കിന്റെ സെക്കൻഡ് ഡേ ആയിരുന്നു. പാവശാസ്ത്രം എന്ന് പറഞ്ഞ ടാസ്ക് ആണ്. അതിന്റെ ഇടയിലാണ് അങ്ങോട്ട് പിടി ഇങ്ങോട്ട് പിടി, വലി, കരച്ചില്, പൊട്ടിക്കരയില്, പൊട്ടിത്തെറിക്കല്. പറയാതെ നേരെ റിവ്യൂലോട്ട് പോവാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആണെന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സത്യം പറയല 6 ബോർ എപ്പിസോഡായിരുന്നു. സത്യം പറയാതിരിക്കാൻ പറ്റില്ല. ബോർ എന്ന് വെച്ചാൽ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ആ ബോറിംഗ് അല്ല, കണ്ടന്റ് ഉള്ളതിന്റെ ബോറിംഗ് ആണ്. ഇങ്ങനെയുണ്ട് ഒരു കണ്ടസ്റ്റൻസ്. ഇത്ര നെഗറ്റിവിറ്റി മാത്രം വിടുന്ന കണ്ടസ്റ്റൻസ് ഇങ്ങനെയുണ്ടോ? അക്ബർ ചെയ്തതിന് അക്ബറിൽ നിന്ന് കിട്ടി, അത് ആദിലെ പണി കൊടുത്തു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പറയാൻ തോന്നുന്നില്ല. ഈ നെവിനാണെങ്കിൽ ആഹാരം കക്കുന്ന പോരാനായിട്ട് എടുത്ത ആഹാരം തന്നെ പിടിച്ചു പറിക്കാനും താഴെ ഇടാനും നോക്കുകയാണ് നെവിൻ. വളരെ അത് അനുമോളം ഉണ്ടാക്കിയോ ഉണ്ടാക്കാതിരിക്കട്ടെ, ആ രാത്രി നടന്ന ഇൻസിഡന്റ് സത്യം പറഞ്ഞാൽ നെഗിൻ അട്ടർ നെഗറ്റീവായി പോയി. ഇത്ര ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഒക്കെ ഉള്ള ഒരാള് അത് എന്തോ വിനോദ അതുപോലെ ഗെയിമിംഗ് ആണെങ്കിൽ ഇത് ആഹാരത്തിനോട് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ വളരെ മോശമായി പോയി. അത് നെവിൻ ആഹാരത്തിന് വേണ്ടി മാത്രം ഉള്ള ഈ നെവിൻ ഇങ്ങനെ കാണിക്കുന്നത് വളരെ മോശമാണ്. ഒരു ആഹാരം എടുത്തുകൊണ്ട് വന്ന ഒരാൾ ആഹാരം കഴിക്കാൻ സമ്മതിക്കാതിരിക്കുക. അപ്പൊ നമുക്ക് എപ്പിസോഡിന്റെ റിവ്യൂ പറയാം. റിവ്യൂ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. കാരണം എനിക്കും റിവ്യൂ ചെയ്യാൻ ഈ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. രാവിലെ ഇന്നലെ കൊടുത്ത പാല് പിരിഞ്ഞു പോയി. അനുമോള് ചായ ഇടാൻ നോക്കിയപ്പോൾ പിരിഞ്ഞു. അപ്പൊ അതിന് അനുമോള് തെറ്റിദ്ധരിച്ചത് തൈരാണെന്ന് തെറ്റിദ്ധരിച്ച്. അപ്പൊ അത് തൈരല്ല പാലല്ല തൈരാണെന്ന് പറഞ്ഞ് അവിടെ അനീഷ്, അനുമോള്, ലക്ഷ്മി, അക്ബർ അവര് തമ്മിലുള്ള അടി. ഇതിനിടയിൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഈ ആദിലയും നൂറ്, ഈ പട്ടാ ഗേൾസ് എന്ന് പറയുന്നത് പൊളിഞ്ഞിട്ടുണ്ട് സത്യമായിട്ട്. കാരണം ആദിലയും നൂറേയും അനുവിനെ മനഃപൂർവ്വം ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ട്. കാരണം ചില സമയത്ത് അനുവിന്റെ കൂടെ നിൽക്കുമ്പം അവർ അനുവിന് വേണ്ടിയിട്ട് സപ്പോർട്ട്, ആൻഡ് മാറി നിന്നിട്ട് അനുവിനെ പോയി പിന്നെയും നന്നായിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആദിലയും നൂറേയും ശരിക്കും ബാക്ക് സ്റ്റാബ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അനുവിനെ പിന്നീന്ന് കുത്താൻ നോക്കുന്നുണ്ട്. അത് കണ്ണിങ് ക്ലിയർ ആണ്. ആൻഡ് അനു ചെയ്യുന്ന തെറ്റുകൾ തെറ്റെന്ന് തന്നെ പറയുന്നുണ്ട്. അത് ഓക്കെ ഫൈൻ. പക്ഷെ എനിക്ക് എന്തോ ഇന്ന് ഈ ആദില അക്ബറിന്റെ പാവ കെട്ടത് നേരെ ഒളിപ്പിച്ചു വെച്ചത് അനുവിന്റെ ബെഡിന്റെ പറയുന്നത്. എന്തുകൊണ്ട് ആദിലയുടെ ബെഡ് ഒളിപ്പിച്ചു വെച്ചിട്ടില്ല? ഞാൻ പറയാം, ഇത് ഒളിപ്പിച്ച് വെക്കുന്ന അത് കേൾക്കാൻ പാകത്തിന് അതെനിക്കറിയില്ല. പക്ഷെ എന്തുകൊണ്ട് അനീഷിനെ ഒളിപ്പിച്ചു വെച്ചിടുക? എനിക്ക് സത്യം പറഞ്ഞ അനുവിനെ ബാക്ക് സ്റ്റാബ് ചെയ്യാനാണ് ആദിലയും നൂറെ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അത് അനുവിന് ഗുണകരവും പ്രത്യേകിച്ച് ആദിലയ്ക്ക് ഇത് മോശമാവേ ഉള്ളൂ. പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ ആ പാല് വിരിഞ്ഞത് അതില് എല്ലാരും കൂടെ അനുമോളെ പഠിക്കുന്നുണ്ട്. അവിടെ ഇല്ല ലക്ഷ്മി പറഞ്ഞ പോയിന്റ് ആണ്. പക്ഷെ ലക്ഷ്മി ഭയങ്കര റൂഡാണ് കേട്ടോ. ലക്ഷ്മിയുടെ സ്വഭാവം ആർക്കും പിടിക്കില്ല. ലക്ഷ്മി ഭയങ്കര റൂഡാണ്, ബോസി ടൈപ്പാണ്. പിരിഞ്ഞ പാലിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അത് പനീറാക്കി എടുക്കാന്ന് പറഞ്ഞു. അപ്പം ഇത് അനുമോൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അനുമോള് ലക്ഷ്മി ഫൈറ്റ്, അനുമോളെ വിശ്വാസം അനീഷ് അവിടെ ഫൈറ്റ്. അവിടെ മൊത്തം ആഹാരത്തിന്റെ പേരിൽ പാലിന്റെ പേരിൽ രാവിലെ തന്നെ അടി. ഇതിന്റെ തുടർച്ചയാണ് ഇനി രാത്രി നടക്കാൻ പോകുന്നത്. അപ്പൊ ടാസ്ക് പാവശാസ്ത്രം ടാസ്ക് ആണ്. പാവകളുടെ പാർട്സ് വരും. ആ പാർട്സ് അനുസരിച്ച് ജോയിൻ ചെയ്ത് പാവകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ കട്ട ടാസ്ക് വരൂലേ, ഈ കട്ട വരൂലേ, അതുപോലത്തെ ടാസ്ക് ആണ്. മറ്റേ ഈ
ഈ സീസൺ 5 കട്ട വന്നില്ല, അതുപോലത്തെ ടാസ്ക് ആണ്. മറ്റേ ട്രോളിയിൽ ഇങ്ങനെ കട്ട വന്ന പാവകളുടെ പാർട്സ് വന്നോണ്ട് അത് എടുക്കാം. അപ്പൊ അത് എടുക്കുന്നതിനിടെ അനുമോളുടെ പുറകിൽ നിന്ന് അക്ബറും ആര്യനെയും കൂടി തള്ളു. എടുക്കാൻ വേണ്ടി തള്ളാണ്. പക്ഷെ തള്ളരുതെന്ന് പറഞ്ഞിട്ട് അക്ബർ അനുവിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയത് തന്നെയാണ്. ഇത് സത്യം തന്നെയാണ്. പക്ഷെ പുറകിൽ നിന്ന് ഇങ്ങനെ തള്ളലോട് തള്ളല്. അങ്ങനെ അതിന്റെ പേരിൽ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. ലക്ഷ്മി അനുവും കൂടെ ബഹളം വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് പാവ വരുന്നതിനിടെ അങ്ങോട്ട് തള്ളല് ഇങ്ങോട്ട് തള്ളല് പിടിയും വലിയുമായിട്ട് അക്ബറിന്റെ ദേഹം കൊണ്ട്, അക്ബറിന്റെ വലിയ ശരീരമല്ലേ, അത് കൊണ്ടിച്ച് അനുമോളുടെ മൂക്ക് ഇടിച്ചു. അങ്ങനെ അനുമോൾ അവിടെ വേദന എടുത്ത് കരയുന്നുണ്ട്. അക്ബറിനെ കുറെ പറയുന്നുണ്ട്. ആൻഡ് ഇത് ലക്ഷ്മി അയച്ചു വിടുത്ത് ലക്ഷ്മി അക്ബറിനെ അഗെയിൻസ്റ്റ് ആയിട്ട് കുറെ പറയുന്നുമുണ്ട്. അങ്ങനെ അനുമോളുടെ മൂക്കിന് ചോരയൊക്കെ വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അതവിടെ ആ ഒരു ഫസ്റ്റ് അത് അങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് രണ്ടാമത് പിന്നെ പാവ വരാണ്. ഈ രണ്ടാമത് പാവ വരുമ്പോ അനീഷ് ആണെങ്കിൽ അതിന്റെ അകത്തോട്ട് പോയി കയറി. എന്നിട്ട് അനീഷിനെ എല്ലാരും കൂടി അനീഷ് അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. ഈ അനീഷ് ആണെങ്കിൽ അനീഷ് എന്റെ ദേഹത്താരെങ്കിലും തൊട്ടാൽ വിവരം അറിയുന്നു കുറെ പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് എല്ലാരും കൂടെ പിടിച്ച് അനീഷിനെ പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നുണ്ട്. അത് ഓൾറെഡി എന്തൊരു ഫിസിക്കൽ ടാസ്ക് ആണ്, അത് ഓൾറെഡി സംഭവിക്കും. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാവ വരുന്നതിന് ശേഷം നെവിനാണെങ്കിൽ അനുമോളൊക്കെ തലയിറങ്ങി അനുമോളുടെ ഡ്രസ്സിന്റെ ഇടയിൽ നിന്നൊക്കെ പാവകൾ ഇങ്ങനെ വലിച്ചിരുന്നു. അപ്പൊ അനുമോൾ അവിടെ കിടന്ന് നിലവിളിച്ച് പൊട്ടിക്കരയാണ്. കാരണം ഡ്രസ്സിന്റെ ഇടയിൽ നിന്ന് ഡ്രസ്സിൽ നിന്ന് ഊരി നെവിൻ പാവ എടുക്കുന്നുണ്ട്. ആൻഡ് ഇതിനിടയ്ക്ക് നെവിന്റെ കൈയൊക്കെ മാന്തി പറിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അനുമോള്. അതെനിക്കൊന്നും റിഫ്ലക്സ് അതിന്റെ പേരെനിക്ക് അറിഞ്ഞില്ല. ആ ഒരു സംഭവം തന്നെയാണ്. അതും പോയി. അപ്പം അതാണ് അവിടെ നടന്നത്. റിഫ്ലക്സ് ആയിട്ടുള്ള ആ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം നല്ലപോലെ കൈ പിടിച്ച് മാതി. അത് നെവിനാണെങ്കിൽ കംപ്ലൈന്റ്, അക്ബർ പറയുന്നത് കംപ്ലൈന്റ് ചെയ്യണം. അപ്പൊ നെവിൻ അത് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് അവിടെ അതിന്റെ വെല്ലടി. ആൻഡ് ഇതിന് ശേഷം നെവിനും അനുമോളും തമ്മിൽ നല്ലൊരു ഫൈറ്റ് അവിടെ വേറെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് അനുമോളെ ടാർഗറ്റ് ചെയ്ത് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അനുമോക്ക് വോട്ട് വാങ്ങി കൊടുക്കുകയുള്ളൂ. സത്യമായിട്ടും PR എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പുറത്ത് കാണുന്ന അനുസരിച്ച് ഇപ്പം അനുമോളെ PR ഒരു ഭാഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കാണുന്ന ഒരു എന്താന്ന് വെച്ചാൽ അനുമോൾ PR വേഴ്സസ് അതേഴ്സ് PR. അങ്ങനെയാണ് പുറത്തെ ട്രെൻഡ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റൂല. അനുമോളുടെ PR ഒരു വശത്ത് ആൻഡ് ബാക്കിയുള്ള വശത്ത് മറ്റ് കണ്ടസ്റ്റൻസിന്റെ PR മറ്റൊരു വശത്ത്. അങ്ങനെ ഇവര് തമ്മിലാണ് ഇപ്പൊ പുറത്ത് ഫൈറ്റ് നടക്കുന്നത്. അനുമോളുടെ PR-ഉം മറ്റു കണ്ടസ്റ്റൻസിന്റെ PR. അത് പുറത്തെ കാര്യം. ആൻഡ് ഇതിനകത്ത് അവിടെ തമ്മിലൊരു ഫൈറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം ഷാനവാസ് അനീഷും തമ്മിലൊരു ധാരണ ഉണ്ടാവുന്നുണ്ട്. അതായത് ഞാനൊരു പാവ എടുത്തിട്ടില്ല അനീഷ്, ഞാൻ വേണം നിന്റെ പാവ എടുക്കാം. അപ്പൊ ഷാനവാസിനെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? ഞാൻ പറഞ്ഞു എന്റെ വേണമെങ്കിൽ ആ പാവ ഒളിപ്പിച്ച് വെക്കാന്ന് പറയും. ഇത് നെവിനാണെങ്കിൽ ആ തിന്ന് കേൾക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നെവിൻ അവിടെ പോയിട്ട് പാവകളൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കാണ് ആദില പോയിട്ട് അക്ബറിന്റെ പാവ എടുക്കുന്നത്. അക്ബറിന്റെ പാവ എടുത്ത് ആദില കട്ടെടുക്കുന്നുണ്ട്. കട്ടെടുത്തിട്ട് അനുമോളുടെ ബെഡിന്റെ അവിടെ കൊണ്ടുവെക്കുകയാണ്. കണ്ടുപിടിച്ച അനുമോളെ എടുത്തു എന്നല്ലേ പറയേണ്ടി വരൂ. അനുമോളുടെ ബെഡിന്റെ അവിടെ കൊണ്ട് ആദില കൊണ്ട് വെക്കുകയാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ അക്ബറിന്റെ ഒരു പണി കൊടുത്തേണ്. കാരണം അക്ബർ ഇത്രയും തള്ളിയിട്ട് അക്ബറിന് കിട്ടാതിരിക്കാൻ വേണ്ടി അക്ബറിന്റെ ഒരു പണി കൊടുത്തേണ് ശരിക്കും ആദില എന്ന് പറയുന്നത്. എന്നിട്ട് പിടിക്കപ്പെടുകയാണെങ്കിൽ അനുമോളുടെ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അക്ബറിനെ വിട്ട് പണി കൊടുക്കാൻ അനുവിനെ കരുവാക്കി ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പറയാതിരിക്കാൻ പറ്റൂല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് ഇതിനു ശേഷം അങ്ങനെ നെവിൻ എന്ത് ചെയ്തു? നെവിനും അനുമോളും തമ്മിൽ അവിടെ വഴക്ക് നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നെവിൻ പോയിട്ട് നെവിന്റെ കട്ടിൽ പോയിട്ട് പാവകളൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ആൻഡ് ഇതിനു ശേഷം മൂന്നാമത് പാവ വരാണ്. ഇതിനിടയ്ക്ക് അനുമോളാണെങ്കിൽ നല്ലപോലെ അലറി വിളിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. വുമൻ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ച് കരയുന്നുണ്ട്. വുമൻ കാർഡൊക്കെ ഇറക്കി കളിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ മൂന്നാമത് പാവ വരാണ്. എല്ലാവരും പാവ എടുക്കുന്ന തിരക്കിന്റെ ഇടയിൽ ആദില നേരെ സ്കൂട്ടായിട്ട് നേരെ അനുമോളുടെ ബെഡിത്ത പാവകൾ എല്ലാം എടുക്കുകയാണ്. അക്ബറിന്റെ പാവ ഒളിപ്പിച്ച് വെച്ചാൽ എടുത്ത് വെക്കുകയാണ്. വച്ചിട്ട് അവിടെ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ നെവിന് പോയ പാവകൾക്ക് പകരമായിട്ട് നൂറയൊക്കെ പോയിട്ട് അനുമോക്ക് പാവ കൊടുക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ ടാസ്കിന്റെ ഇടയിൽ. ആൻഡ് ഇതിന് ശേഷം പാവകളൊക്കെ നോക്കുന്നുണ്ട്. ആൻഡ് അക്ബറും അനീഷും ഇതിനിടയ്ക്ക് അടിയാവുന്നത്. ഇതിനിടയ്ക്ക് അനീഷിന്റെ തലക്കിട്ട് അക്ബർ കൊട്ടിക്കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അവര് തമ്മിൽ അടി ഉണ്ടാവുകയാണ്. അപ്പൊ ആ ടൈമില് എന്ത് ചെയ്തു? അവിടെ ടാസ്ക് കഴിഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും പാവ നിർമ്മിച്ചു തുടങ്ങി.
പാവ നിർമ്മിച്ചു തുടങ്ങുന്നതിന് ഇടയ്ക്ക് അക്ബർ വന്നിട്ട് അക്ബറിന്റെ പാവ നോക്കുമ്പോൾ അക്ബറിന്റെ പാവ കാണാനില്ല. അപ്പൊ അക്ബറിന് മനസ്സിലായി അക്ബറിന്റെ പാവ ആരോ എടുത്തോണ്ട് പോയി മനസ്സിലായി. അങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട്, ആദിലയോട് ചോദിക്കുന്നുണ്ട്, നെവിനെ സംശയിക്കുന്നുണ്ട്, ആദിലെ സംശയിക്കുന്നത്, ആദിലോട് വന്ന് ചോദിക്കുന്നത്. കാരണം ആദിലെ മാത്രമേ പാവ ഒളിപ്പിച്ച് വയ്ക്കുന്നത് കണ്ടുള്ളൂ, അക്ബർ ഒളിപ്പിച്ച് വയ്ക്കുന്നത് കണ്ടുള്ളൂ. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് അതങ്ങനെ ടോക്ക് അവിടെ നടക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ അക്ബർ മാറി നിന്ന് കരയുന്നൊക്കെ വിഷമിക്കുന്നൊക്കെ ഉണ്ട്. ആര് കളിച്ചാലും ചീഫ് ഗെയിം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എല്ലാരും കൂടെ അനലൈസ് ചെയ്യുമ്പോൾ അനുവിന് 24 പാവ, ലക്ഷ്മിക്ക് 12 പാവ, ഷാനവാസ് ഒരു പാവ ഉണ്ടാക്കിയിട്ടില്ല, അനീഷിന് 24 പാവ, നെവിന് 19 പാവ, അക്ബറിന് പാവയില്ല കാരണം പാവയെല്ലാം എടുത്തുകൊണ്ട് പോയി, സാബുമാന് 0 പാവ, നൂറയ്ക്ക് 4 പാവകള്, പിന്നെ ആദിലേക്ക് 18 പാവ. ആരിൻ്റെത് കണ്ടില്ല കേട്ടോ, ആരിൻ്റെത് പറഞ്ഞില്ല, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചില്ല. അങ്ങനെ ടോട്ടൽ ഇപ്പം വരുമ്പം ഇവിടെ ഇപ്പം ലീഡ് ചെയ്യുന്നത് ആര്യനും അനുവും നമ്മുടെ അനീഷുമാണ്. ആര്യനും അനീഷും അനുവാണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. ഇതിൽ പോയിന്റ് 120 പോയിന്റ്സ് ആര്യനും അനീഷിനും അനുമോക്കും. പിന്നെ ആര്യന് 145 പോയിന്റ്സ്, നെവിന് 95 പോയിന്റ്സ്, ആദിലയ്ക്ക് 90 പോയിന്റ്സ്, പിന്നെ ലക്ഷ്മിക്ക് 60 പോയിന്റ്സ്, നൂറയ്ക്ക് 20 പോയിന്റ്സ്, ആദിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. ബാക്കി സാവുമാൻ, അക്ബർ, നമ്മുടെ ഷാനവാസ് ഇവർക്കൊക്കെ 0 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. അങ്ങനെ പിന്നെ ഇതിനിടയ്ക്ക് അവിടെ ഇരുന്നോണ്ട് നെവിനും അനുമോളും തമ്മിൽ അവിടെ അടി ഉണ്ടാവുന്നുണ്ട്. അവിടെ അടിയേ ഉള്ളൂ ഇന്ന്. എല്ലാം അനുമോളെ പിടിച്ച് ബാക്കിയുള്ളവരെയും കൂടെ അങ്ങോട്ടടി. സത്യം പറയാം, ഇവർക്ക് ഇതുവരെ അനുമോളെ വിട്ട് കളിക്കാൻ കുറച്ചു നാൾ ഈ ശല്യം ഇല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും അനുമോളെ പിടിച്ച് കളിക്കാൻ തുടങ്ങിയിരിക്കണം. എല്ലാം അതിലെ നൂറ് ഉൾപ്പെടെ എല്ലാം സത്യമായിട്ടും. അങ്ങനെ അക്ബർ അവിടെ നിന്ന് കരയുന്നുണ്ട്, ചീഫ് ഗെയിം ആണെന്നൊക്കെ പറയുന്നുണ്ട്. ആദിലയുടെ ആര്യം ചോദിക്കുന്നുണ്ട്, നീ പാവ ഇല്ല പാവ എടുത്തിട്ടില്ല, ആരെടുത്താലും ചീഫ് ഗെയിം ആണെന്ന് അവിടെ ആരും നെവിന് പറയുന്നുണ്ട്. നെവിൻ അമ്മ സത്യം എഴുതുന്നുണ്ട്, ഞാൻ പാവ എടുത്തിട്ടില്ലെന്ന്. ഈ നെവിൻ പാവ എടുത്താൽ സംശയമുണ്ട് കേട്ടോ. ആൻഡ് ഇതിനു ശേഷം ആദിൽ എന്ത് ചെയ്തു, ആദിൽ അനുവിനോട് പറയുന്നുണ്ട് ഞാനാണ് പാവ എടുത്തതെന്ന്. ആദിൽ അനുമോളോട് പറയുന്നുണ്ട്, നൂറയോട് പറയുന്നുണ്ട്, മേക്കപ്പ് റൂമിൽ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാവ തിരിച്ചു കൊടുത്തില്ലേന്ന് ചോദിച്ചപ്പോൾ പാവ തിരിച്ച് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനുശേഷം അനുവും ഇതിനിടയ്ക്ക് രാത്രിയിലെ ടൈമില് അനുമോള്, സാബു, അനീഷ് ഇവരെ ടോക്കാണ്, പാല് പിരിയൽ ചർച്ച അവിടെ നടക്കുകയാണ്. അപ്പം അനു പിന്നെ പറയാണ് പാല് പിരിഞ്ഞതാണെന്ന് അനു പറയാണ്, തൈരല്ലെന്ന് പറയാം. അപ്പൊ ഇത് രാവിലെ അനുമോൾ എന്ന് പറഞ്ഞ തൈരാണ്, പക്ഷെ അനുമോൾ അവിടെ മിണ്ടാതിരുന്നതിനെ എല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ അനുമോളെ മെക്കിട്ട് പാതിരാത്രി. ആൻഡ് പിന്നീടായപ്പം അക്ബറിന് ആര്യ എല്ലാവർക്കും അവിടെ വിശക്കുന്നുണ്ട്, അപ്പൊ ഫുഡ് എടുത്ത് കഴിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, അനുമോള് ചെന്നിട്ട് അക്ബറിന് ആര്യന് മുട്ട വലിച്ചു കൊടുക്കുന്നുണ്ട്, കടലമാവ് ദോശ ചുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അടുത്ത വിവാദം. ആദിലയും നൂറയും കൂടെ അനുമോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയാണ്, അനുമോക്ക് ഒരു ഫേവറിസം ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ ആദിലയും നൂറ അനുമോക്ക് എഗെയിൻസ്റ്റ് ആണ്. അങ്ങനെ അവിടെ അനുമോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇവിടെ ഫൈറ്റ് നടക്കുന്നത്. ഇതിനിടയ്ക്ക് അനുമോൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. നെവിൻ അവിടെ കിടന്ന് കശപീശ. സത്യം എനിക്ക് നെവിനോട് ഒരു വല്ലാത്തൊരു അഗ്ലി ഫീലിംഗ് തോന്നി. കാരണം കഴിക്കാൻ കൊണ്ടുവന്ന ഫുഡ് ഒരാളിന്ന് പിടിച്ച് വാങ്ങിക്കുക, വലിച്ച് കഴിക്കാൻ സമ്മതിക്കില്ല, താഴെ ഇടുക. അത് അനുമോൾ ആയോണ്ടാണെന്ന് അറിഞ്ഞൂടാ. കാരണം ഇതെന്തായാലും തപ്പ്, നെവിനെ സപ്പോർട്ട് ചെയ്യും തോന്നുന്നുണ്ട്. കാരണം കഴിക്കുന്ന ഫുഡാണ്, അത് കഴിക്കുന്ന ഫുഡ് ആര് എടുത്ത് തറയിട്ട ഒരാളെ കഴിക്കാൻ സമ്മതിക്കില്ല. നെവിനവിടെ കട്ടായം പറയുന്നുണ്ട്, കട്ടായല്ല ഉറപ്പിച്ചു പറയുന്നുണ്ട് അനുമോളെ ഈ ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ലെന്ന്. അങ്ങനെ അനുമോളെ അങ്ങോട്ടിട്ട് ഒരു എന്താ പൂച്ച എലിയിട്ട് ഓടിക്കുമ്പോൾ അങ്ങോട്ടിട്ട് ഓടിക്കുന്നു, ഇങ്ങോട്ടിട്ട് ഓടിക്കുന്നു. അങ്ങനെ അനുമോൾ അത് ഫുഡെല്ലാം കൂടെ വായിലിട്ടു. എന്നിട്ട് അനുമോൾ അത് കളയാൻ വേണ്ടി പോകുന്നുണ്ട്, തുപ്പി കളയാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ അപ്പൊ എല്ലാവരും കൂടെ എഗെയിൻസ്റ്റ് ഫുഡ് വേസ്റ്റ് ആക്കല്, വെള്ളം കുടിച്ച് അത് ഇറക്കാൻ നോക്കുന്ന പറഞ്ഞ് എല്ലാവരും പുറകെ നടക്കുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം അനുമോളിന്റെ കിറ്റ് എടുത്ത് പോയി ഇതിന് ശേഷം അനുമോളുടെ ഒരു പാവ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ടാസ്കിന്റെ പാവ. അതെടുത്ത് കാണിച്ചു കൊടുത്തിട്ട് അത് അനുമോളുടെ ബെഡിൽ നിന്ന് അനീഷ് നെവിൻ സാവുമാനെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. സാവുമാൻ ക്യാപ്റ്റനിൽ ഇതും കാണോട്ട് നെവിന്റെ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ അനുമോളുടെ കിട്ടുന്ന ഒരു കിറ്റ് എന്തോ നെവിൻ എടുത്തോണ്ട് എറിയാൻ പോകുന്നുണ്ട്. നെവിൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾ പുറകെ പോയി കരഞ്ഞുകൊണ്ട് പുറകെ പോയി ഓടുന്നുണ്ട്. എറിയാനൊക്കെ നെവിൻ പോകുന്നുണ്ട്. ഇവിടെയാണ് എപ്പിസോഡ്. എന്നിട്ട് എല്ലാരും കൂടെ കിച്ചൺ മറ്റേ ഈ ഏരിയയിൽ ലിവിങ് ഏരിയയിൽ ഇരുന്നിട്ട് അനുമോള് പറയുന്നുണ്ട് ഇനി ഞാൻ കിച്ചണിൽ കയറുന്നില്ല. ഇവിടെ എപ്പിസോഡ്. അപ്പൊ നെവിൻ പറയുന്നുണ്ട് ഞാൻ കിച്ചണിൽ കയറിക്കോളാം, എനിക്ക് കുക്കിംഗ് അറിയാം. ഇവിടെ എപ്പിസോഡ് തീർന്നു. ഇവിടെയാണ് തീർന്ന് കിട്ടിയത് എപ്പിസോഡ്. സത്യം പറഞ്ഞാൽ ഭ്രാന്തെടുത്തു. ലൈവ് കാണുന്നവർക്കായാലും ശരി, ലൈവ് റിവ്യൂ ഇടുന്ന റിവ്യൂവേഴ്സ് പറഞ്ഞത് ഇതേ കാര്യമാണ്.
പ്രാന്തെടുത്തു, ഫുള്ള് നെഗറ്റീവ്. അവരെങ്ങനെ വീട്ടിൽ താമസിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. സത്യം കണ്ട അത് കഥ കണ്ട അത്രയ്ക്ക് അർപ്പ് തോന്നിപ്പോവും. അങ്ങനെ ഫുൾ കട്ട നെഗറ്റീവായിരുന്നു. ആ മാജിക് പോഷൻ ടാസ്ക് ഒന്നും നടന്നില്ലെന്ന് തോന്നുന്നു. കട്ട നെഗറ്റീവായിരുന്നു ഇന്ന് ഫുള്ള്. എല്ലാവരും കട്ട നെഗറ്റീവായിരുന്നു. ഒരാൾ പോലും എല്ലാവരും കട്ട നെഗറ്റീവായിരുന്നു. ബിഗ് ബോസ് ഒക്കെ എങ്ങനെയുണ്ട് അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടോ അങ്ങനെ തോന്നിപ്പോയി. ഇതിൽ ഞാൻ പറയാം, ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം ആര്യനും അനീഷും അനുമോളാണ് ഇപ്പൊ ലീഡ് ചെയ്തിരിക്കുന്നത്. നാളെ ടാസ്ക് മാറ്റി മറിക്കുമെന്ന് അറിഞ്ഞൂടാ. നാളത്തെ ടാസ്ക് കഴിഞ്ഞാൽ എന്തായാലും മിക്കവാറും ആര്യനായിരിക്കും ജയിക്കുന്നത് കേട്ടോ, പറയാതിരിക്കാൻ പറ്റൂല. ബാക്കിൽ നിന്ന് അനുമോൾ ഇപ്പൊ ഫ്രണ്ടിലോട്ട് വന്നു, അത്രേ കാണുന്നുള്ള മാറ്റം. ആര്യനായിരിക്കും മിക്കവാറും ലീഡ് ചെയ്യുന്നത്. ഇനി അനീഷ് അടിച്ചുകൊണ്ട് പോകുമെന്ന് അറിഞ്ഞൂടാ, ഇനി ആരെങ്കിലും ലീഡ് ചെയ്യുമോന്ന് അറിയില്ല. സോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. അപ്പം എന്താണ് നാളത്തെ ഇനി ഇവർക്ക് കിട്ടുന്ന ടാസ്ക് ഒന്ന് നോക്കാം. നാളെ ഇതുപോലെ അടിയും പിടിയും ബോളം പിടിച്ച ടാസ്ക് ആണെങ്കിൽ കാണാനുള്ള ശക്തിയില്ല സത്യമായിട്ടും. എങ്ങനെ കാണുമോ അങ്ങനത്തെ ഒരു ബോറിംഗ് എപ്പിസോഡായിരുന്നു. ബോറിംഗ് അല്ല, കണ്ടന്റ് ഉണ്ടായിട്ടും ബോറിംഗ് ആയി പോയൊരു എപ്പിസോഡായിരുന്നു. പിന്നെ ഈ ആഹാരത്തിന് അതൊരു സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ ആഹാരത്തിന്റെ പേരിലുള്ള അടി നിർത്തി വച്ചില്ലെങ്കിൽ, ഈ ആഹാര മോഷണം ഇതൊക്കെ നിർത്തി വയ്ക്കാത്തത് ബിഗ് ബോസിന്റെ കുഴപ്പം തന്നെയാണ്. കാരണം നെവിനൊക്കെ ആഹാരം മോഷ്ടിക്കുമ്പോൾ അപ്പൊ തന്നെ ലാലേട്ടൻ വന്നിട്ട് വേണ്ട മേല മോഷ്ടിച്ച് പോകരുത്, കിച്ചൺ ടീമിന്റെ ഭാഗത്ത് അങ്ങനെ ലാലേട്ടൻ വന്ന് വാണിംഗ് കൊടുത്തിരുന്നെങ്കിൽ നെവിൻ ഇത് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇവരെ ലക്ഷറി പോയിന്റ്സ് കുറയ്ക്കണമായിരുന്നു. ഇത് ഇങ്ങനെ ചെയ്യാതെ ആഹാരത്തിന്റെ പേരിൽ ഇവിടെ ഫൈറ്റ് ഉണ്ടാകാൻ, അത് ബിഗ് ബോസ് ഒരു കടിഞ്ഞാണ് ഇട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് അവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇത് ആഹാരത്തിന്റെ പേരിൽ അടി, എന്തൊരു കഷ്ടമാണ്. ആഹാരത്തിന്റെ പേരിലാണ് അടി. അത് ആഹാരം കിട്ടാനിട്ടില്ല, ഉള്ള ആഹാരം കഴിക്കുന്നതിലാണ് ഈ അടി ഉണ്ടാവുന്നത്. ഏതായാലും അനുമോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഇനിയിപ്പോ നാളെ ഇങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കും നോക്കാം. കാരണം അനുമോളിൽ ഈ പ്രാവശ്യം കിച്ചൺ അത്ര ഇത്തിരി പ്രശ്നമായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഹൗസ് മേറ്റ്സ് ഒന്നടങ്കം പറയുന്നത്. ഷാനവാസാണ് കിച്ചൺ ക്യാപ്റ്റൻ. ഇനി നാളെ മുതൽ അനുമോൾ കിച്ചണിൽ കയറണം, ഷാനവാസ് വരെ ഞാൻ ഇനി കിച്ചണിൽ കയറണമെന്ന് ഷാനവാസ് പറയാം. ഈ പ്രാവശ്യം എന്താ ഒന്നും പറയാൻ വയ്യ, സത്യമായിട്ടും വയ്യ. ഇനി നാളത്തെ എപ്പിസോഡ് എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. അതുവരേക്കും ടാറ്റ ആൻഡ് താങ്ക് യു.